നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോക അപസ്മാര ദിനം. അപസ്മാരത്തിന് കാരണമെന്ത്, ചികിത്സ എന്ത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് നമ്മോടൊപ്പം ചേരുന്നത് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ഷാജി CV ആണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. തലച്ചോറിൽ നിന്ന് ഉണ്ടാകുന്ന അനിയന്ത്രിതമായ വൈദ്യുത പ്രവാഹം രോഗികൾക്ക് പലപ്പോഴും പല ബാഹ്യലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അതിൽ വളരെ സർവ്വസാധാരണമായി നാം കാണുന്നത് രോഗിയുടെ ബോധം നഷ്ടപ്പെടുകയും കൈകാലുകൾ കോച്ചി വലിക്കുകയും അതോടൊപ്പം തന്നെ കണ്ണുകൾക്ക് ഉണ്ടാകുന്ന ചലനങ്ങൾ, രോഗി നാക്കുകടിക്കുകയും നാക്കിൽ നിന്ന് രക്തവും പതയും വരിക, രോഗിയുടെ ശ്വാസഗതി വ്യതിയാനം ഉണ്ടാകുക, അതിനോടൊപ്പം തന്നെ അപൂർവമായി രോഗിക്ക് മലവും മൂത്രവും അറിയാതെ പോകുക എന്നിവയാണ് ഉണ്ടാകുന്നത്. ഇതിന് ശേഷം പലപ്പോഴും രോഗികൾക്ക് തലവേദനയും ഛർദിയും വരികയും അതിനോടൊപ്പം തന്നെ രോഗി ഒരു സമയത്തേക്ക് ഉറക്കത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഈ അവസ്ഥ സാധാരണയായി 30 സെക്കൻഡ് മുതൽ 3 മിനിറ്റ് വരെ നീണ്ടു നിൽക്കാം. പലപ്പോഴും ഇത് കാഴ്ചക്കാരിൽ പരിഭ്രാന്തിയും പേടിയും ഉളവാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെപ്പറ്റി സമൂഹത്തിലും മറ്റു വ്യക്തികളിലും വളരെ അധികം അന്ധവിശ്വാസവും അനാചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇത് പലപ്പോഴും ശാസ്ത്രീയമായ ഒരു കണ്ടുപിടുത്തത്തിലേക്കും ശാസ്ത്രീയമായ ഔഷധ ശേഖരത്തിലേക്കും അതിനുള്ള റിസർച്ചിലേക്കും തടസ്സമാവുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഒരു ലോക അപസ്മാര ദിനത്തിൻ്റെ ആവശ്യകത ഇത് ഊന്നിപ്പറയുന്നു. ഇതിലൂടെ നമ്മൾ പ്രധാനമായി നിർവഹിക്കുന്നത് ഇതിന് അപസ്മാരത്തെക്കുറിച്ച് അപസ്മാരം, ചുഴലി, കോട്ടൽ, സീഷേഴ്സ്, എപ്പിലെപ്സി എന്ന വിവിധ നാമങ്ങൾ ഉപയോഗിക്കുന്ന ഈ രോഗത്തിനെ കുറിച്ചൊരു അവബോധം സമൂഹത്തിൽ ഉണ്ടാക്കുക, ഒരു ശാസ്ത്രീയമായ ചികിത്സ ചെയ്യുക, ഏറ്റവും പുതിയ ചികിത്സാ രീതികളെക്കുറിച്ചുള്ള അവബോധം, ഇതിനെക്കുറിച്ചുള്ള ഗവേഷണം എന്നിവയാണ് ഈ അപസ്മാര ദിവസത്തെക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. വ്യക്തമാണ് ഡോക്ടർ. അപസ്മാരം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളിലും പ്രായമായവരിലും വ്യത്യസ്ത കാരണങ്ങളാണോ? അതെ, തീർച്ചയായും. ഇത് പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. 50% രോഗികളിൽ നമുക്ക് യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ കഴിയാറില്ല. എന്നാൽ ബാക്കിയുള്ള 50% രോഗികളിൽ പ്രധാനമായും ഇത് 2 വിഭാഗമായിട്ട് തിരിക്കാം. ഒന്നെന്ന് വെച്ചാൽ കുട്ടികളിൽ ഉണ്ടാകുന്ന അപസ്മാര രോഗങ്ങൾ. അത് പലപ്പോഴും പാരമ്പര്യമോ ജനിതകമോ പലപ്പോഴും പ്രസവ സംബന്ധമായോ അല്ലെങ്കിൽ മസ്തിഷ്ക വളർച്ചയിലുണ്ടാകുന്ന തകരാറുകൾ കൊണ്ടാകാം. രണ്ടാമത്തെ വിഭാഗമെന്ന് വെച്ചെന്നാൽ പ്രായമായ ആൾക്കാരിൽ, അതായത് ഒരു 15 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന അപസ്മാരങ്ങൾക്ക് നിയതമായ കാരണങ്ങളുണ്ട്. ഉദാഹരണമായി ബ്രെയിൻ ട്യൂമേഴ്സ്, സ്ട്രോക്ക്, തലച്ചോറിലുണ്ടാകുന്ന പഴുപ്പ് കെട്ടുകൾ, തലച്ചോറിലുണ്ടാകുന്ന രോഗാണുബാധ. അതുകൊണ്ട് തീർച്ചയായും രോഗത്തിൻ്റെ കാരണങ്ങളും തീർച്ചയായും പ്രത്യേകിച്ച് പ്രായമുള്ളവരിൽ രോഗകാരണം കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡോക്ടർ, അപസ്മാരം മറ്റേതെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ? തീർച്ചയായും പ്രായമായവരിൽ പ്രത്യേകിച്ചും ഒരു ആൾക്ക് അപസ്മാര ലക്ഷണം കണ്ടാൽ അതൊരു രോഗത്തെക്കാൾ കൂടുതൽ ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് അവർ തീർച്ചയായും ഒരു ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമായി എന്താണ് രോഗകാരണമെന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് തലച്ചോറിലുണ്ടാകുന്ന മുഴകൾ, തടുപ്പുകൾ, രോഗാണുബാധ,
പ്രതിരോധ ശക്തിയിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, തലച്ചോറിലുണ്ടാകുന്ന രക്തം കട്ടപിടിക്കൽ, തലച്ചോറിൻ്റെ അകത്തുണ്ടാകുന്ന ബ്ലീഡിംഗ് എന്നിവയാണ് പ്രധാന കാരണം. ഹലോ ഡോക്ടറിലേക്ക്. ഡോക്ടർ, അപസ്മാരം എത്രത്തോളം അപകടകരമാണ്? അതുപോലെ എല്ലാത്തരം ഫിറ്റ്സും അപകടകരമാണോ? തീർച്ചയായും എല്ലാ തരത്തിലുള്ള അപസ്മാരങ്ങളും അപകടകരമല്ല. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ഫെബ്രൈൽ സീഷേഴ്സ്, അതായത് പനി മൂലമുണ്ടാകുന്ന അപസ്മാരം തീർച്ചയായും പ്രത്യേക ചികിത്സയൊന്നും കൂടാതെ 6 മാസത്തിൽ തുടങ്ങി ഒരു 5 വയസ്സോളം നീണ്ടു നിൽക്കും. അപൂർവമായിട്ട് വരുന്ന രോഗം തീർച്ചയായും ഒരു നിരപരാധിയായ അസുഖമാണ്. അത് മസ്തിഷ്കത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായി ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായി മാറുന്നതാണ്. അപസ്മാരം നമ്മൾ പ്രത്യേകിച്ചും വളരെയധികം ഭയക്കേണ്ട ഒരു അവസ്ഥ പ്രായമായി വരുന്നവർ, പ്രത്യേകിച്ച് 15 വയസ്സ് 20 വയസ്സ് കഴിഞ്ഞിട്ട് വരുന്ന പ്രായമായ ആൾക്കാരിൽ അപസ്മാരമുണ്ടായെന്നാൽ തീർച്ചയായും ഒരു സങ്കീർണ രോഗത്തിൻ്റെ ലക്ഷണമാണ്. അതിനൊരു ശാസ്ത്രീയമായ പരിശോധനയുടെ ആവശ്യമുണ്ട്. ശാസ്ത്രീയമായി കാരണങ്ങൾ കണ്ടെത്തുകയും ചികിത്സയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡോക്ടർ, അപസ്മാരത്തെക്കുറിച്ച് പല മിഥ്യാധാരണകളും നിലനിൽക്കുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ പല പ്രശ്നങ്ങൾക്കും വഴിവെച്ചിട്ടുമുണ്ട്. അതായത് ഈ വിവാഹിതനാകാൻ സാധിക്കുമോ, ഈ അപസ്മാരമുള്ള ഒരാൾക്ക് ഗർഭധാരണത്തിന് പ്രശ്നമുണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും തെറ്റിദ്ധാരണകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഇതിനൊരു യാതൊരു തെറ്റിദ്ധാരണയില്ല. 1999 മാരേജ് ആക്ട് പ്രകാരം ഇത് ഒരു മാനസിക രോഗമല്ല, ഇത് ഒരു ഡൈവേഴ്സിനോ ഒരു മാരേജിന് വേണ്ടിയിട്ടോ വിവാഹത്തിന് ഒരു തടസ്സമല്ല എന്ന് നമ്മുടെ പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അപസ്മാര രോഗിക്ക് നിയമപരമായി അപസ്മാരം ഉണ്ട് എന്ന പേരിൽ നിയമപരമായി ബന്ധം വേർപെടുത്താനായിട്ട് നമ്മളുടെ നിയമം ഇപ്പോൾ അനുവദിക്കുന്നില്ല. രണ്ടാമതായി, അപസ്മാര രോഗികൾക്ക് ഗർഭം ധരിക്കുന്നതിനും കുട്ടികൾ ഉണ്ടാകുന്നതിനും യാതൊരു തടസ്സവുമില്ല. മൂന്നാമതായി പറയാനുള്ളത്, എപ്പോഴും ഒരു അപസ്മാര രോഗി വിവാഹിതർ അല്ലെങ്കിൽ വിവാഹിത ആകുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നമ്മുടെ പങ്കാളികൾക്ക് കൈമാറണം. എന്തുകൊണ്ടെന്നാൽ നമ്മൾക്ക് ഒരു അപസ്മാരം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് വിവാഹത്തിന് ശേഷം ഇതിനെക്കുറിച്ച് പങ്കാളികൾക്ക് അറിവ് കിട്ടുകയാണെങ്കിൽ അത് പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾക്കും കാരണമാകും. അതുകൊണ്ട് വിവാഹത്തിന് മുമ്പേ ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നമ്മുടെ പങ്കാളിക്ക് കൈമാറുന്നതിന് വളരെ പ്രധാനമാണ്. വിവാഹിതയാകുന്നതിനോ കുട്ടികൾ ഉണ്ടാകുന്നതിന് യാതൊരു തടസ്സവുമില്ല. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. തിരൂരിൽ നിന്ന് സുലേഖയാണ്. സുലേഖ, ഡോക്ടറോട് ചോദിച്ചോളൂ. സുലേഖ ചോദിച്ചോളൂ. കേൾക്കുന്നുണ്ട് സാറേ. ഞാൻ കല്യാണം കഴിച്ച് കല്യാണം കഴിഞ്ഞ് എനിക്ക് ഒരു ഫിക്സ് ഉള്ള ഒരു ഇതാണ്. ശരി ശരി, കേൾക്കുന്നുണ്ടോ? ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2 കുട്ടികളും ഉണ്ട്. 15 വർഷമായി. എനിക്ക് എന്താണാവോ, എനിക്ക് ഒരു പെട്ടെന്ന് കേൾക്കുന്നുണ്ട് സുലേഖ, പറയൂ. സംശയം എന്താ? ഉറക്കത്തിൽ എനിക്ക് പെട്ടെന്ന് ഫിക്സ് വരണത്, അത് അറിയണില്ല. അത് ഇപ്പൊ ഇങ്ങനെ ഫിക്സ് പോയിട്ട് 2 പല്ല് വരെ പോയിട്ടുണ്ട്. ശരി, അത് എന്താണാവോ എനിക്ക്. ഔഷധങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ഞാന് ഡെയിലി ഒരു ഗുളിക കഴിക്കുന്നുണ്ട്. ഇപ്പൊ സുലേഖ മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? അതാ ഞാന് ഗുളിക 2 ഗുളിക കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ഡെയിലി സംശയം എന്താ? ഗുളിക കഴിക്കുന്നുണ്ട്.
ആ ആ അതെന്താ മാറാത്ത എന്താണെന്നാണോ ചോദ്യം? സുലേഖയുടെ സംശയം എന്താ? അത് എനിക്ക് എന്താണാവോ, എനിക്ക് പെട്ടെന്ന് വരുമ്പോ എനിക്കൊരു സുലേഖ കേൾക്കാമോ? ആ കേൾക്കുന്നുണ്ട്. സാറ് പറയുന്ന കേൾക്കുന്നുണ്ട് എനിക്ക്. ആ എന്താ ഇപ്പൊ സംശയം? അസുഖം മാറാത്തതിനെ കുറിച്ച് സംശയമാണോ? അതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണോ? അതാണ്. അത് ഉറക്കത്തിലാണ് എനിക്ക് വരുന്നത്. ഉറക്കത്തിലാണ് അത് വരുന്നത്. അതുകൊണ്ട് ഉത്കണ്ഠ ഉണ്ടാകുന്നുണ്ടോ? അതോ പലപ്പോഴും ഇതിനെ നൊക്ടേണൽ എപ്പിലെപ്സി എന്ന് പറയുന്നു. നൊക്ടേണൽ എപ്പിലെപ്സി എന്ന് വെച്ചാൽ രാത്രി മാത്രം ഉണ്ടാകുന്ന അപസ്മാരം എന്നാണ് ഇതിൻ്റെ പേര്. രാത്രി മാത്രം ഉണ്ടാകുന്ന അപസ്മാരത്തിൻ്റെ പ്രത്യേകത, രോഗി ഉറങ്ങിക്കിടക്കുമ്പോൾ ഉറങ്ങി ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും സാധാരണ ഈ വിഭാഗത്തിൽപ്പെട്ട നൊക്ടേണൽ എപ്പിലെപ്സി അല്ലെങ്കിൽ രാത്രികാലങ്ങളിൽ നിദ്രാകാലങ്ങളിൽ ഉണ്ടാകുന്ന അപസ്മാരം അനുഭവപ്പെടുക. ഇപ്പം സുലേഖയുടെ അസുഖം പ്രസവത്തിന് ശേഷം 2 കുട്ടികൾ ഉണ്ടായതിന് ശേഷം ഉണ്ടായതുകൊണ്ട് ശരിക്കും ശാസ്ത്രീയമായ ഒരു പരിശോധന വേണം. എന്താണ് അതിൻ്റെ കാരണം? മസ്തിഷ്കത്തിൽ അത് കാര്യമായിട്ടുള്ള തകരാറുകളുണ്ടോ, വേറെ പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടി EEG പരിശോധനയും MRI സ്കാനും ചെയ്ത് പ്രത്യേകിച്ച് കാര്യങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഒരു തലച്ചോറിൽ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് തടിപ്പ്, മുഴകൾ, തലച്ചോറിലുണ്ടാകുന്ന സ്കാറുകൾ, മുറിവുകൾ, പാടുകൾ, ഇതൊന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയെന്നാൽ ചികിത്സ വളരെ എളുപ്പമാണ്. ഇന്ന് വളരെ ശാസ്ത്രീയമായ ഔഷധങ്ങൾ നിലവിലുണ്ട്. അങ്ങനെയുള്ള മരുന്ന് നമ്മൾ ശരിയായിട്ടുള്ള ഒരു ന്യൂറോളജി ഡോക്ടറെ കണ്ട് ശരിയായ മരുന്ന് കഴിക്കണം. ശരിയായ രോഗത്തിന് ശരിയായിട്ടുള്ള മരുന്ന് ഉപയോഗിച്ചാൽ അത് പൂർണ്ണമായി മാറിക്കിട്ടും. അതുകൊണ്ട് സുലേഖ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെന്നാൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ ഒരു ന്യൂറോളജി വിഭാഗത്തിൽപ്പെട്ട ഡോക്ടറെ കണ്ട് ശരിയായ ഒരു പരിശോധന ആദ്യം ചെയ്യുക. തലച്ചോറിൽ വേറെ കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമതായി ചെയ്യേണ്ടത്, ഞാൻ കഴിക്കുന്ന മരുന്ന് ശരിയായിട്ടുള്ള മരുന്നാണോ, ആ മരുന്ന് കൊണ്ട് പൂർണ്ണമായി രോഗവിമുക്തി കിട്ടുമോ എന്ന് ഉറപ്പിക്കുക. എന്നിട്ട് അത് ശരിയായിക്കോളും. പേടിക്കേണ്ട കാര്യമില്ല. അതെന്താണ്, ഉറക്കത്തിൽ മാത്രമാണ്, അതാണ് എനിക്ക് ഭയം. ശരി ശരി. അത് ചില നമ്മളുടെ ആൾക്കാരുടെ സ്വഭാവം വ്യത്യസ്തമല്ലേ? അതുപോലെ പല അപസ്മാരത്തിൻ്റെയും രോഗലക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. ചിലത് ഉറക്കത്തിൽ വരും, ചിലത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വരും, ചിലപ്പോൾ നമ്മൾ സൂര്യപ്രകാശം കണ്ണിൽ തട്ടിയാൽ വരും, ചില അപസ്മാരങ്ങൾ വേറെ ഏതെങ്കിലും നമ്മൾ സ്പർശിച്ചാൽ വരും. നമ്മളുടെ വ്യക്തികളുടെ സ്വഭാവം മാറുന്ന കണക്ക് തന്നെ പലതരത്തിലുള്ള അപസ്മാരങ്ങളുണ്ട്. അപസ്മാരം അത് ഉണ്ടാകാനുള്ള ഉദ്ദീപനം പലതുമാകാം. കണ്ണുകൊണ്ട് സൂര്യപ്രകാശം കണ്ടാൽ അപസ്മാരം വരും, അമിതമായി ശബ്ദം കേട്ടാൽ വരും, ഒരാൾ ടച്ച് ചെയ്താൽ വരും, ഉറക്കത്തിൽ വരും, കാൽക്കുലേഷൻ ചെയ്താൽ കണക്കൂട്ടിയാൽ വരും. ഒരു അപസ്മാരത്തിൻ്റെ രീതി അനുസരിച്ച് അത് വ്യത്യസ്തമായിരിക്കും. മനുഷ്യരുടെ സ്വഭാവം വ്യത്യസ്തമാകുന്ന പോലെ അപസ്മാരത്തിൻ്റെ പല രീതിയിലുള്ള അപസ്മാരമുണ്ട്. അത് നിദ്രയിലാണ് വരുന്നതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ശരി ഡോക്ടർ, പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, ഒരാൾക്ക് അപസ്മാരം ഉണ്ടാകുന്നത് കണ്ടാൽ നമ്മൾ അടിയന്തരമായി ചെയ്യേണ്ട കാര്യം എന്താണ്? അതുപോലെ എന്ത് കാര്യമാണ് നമ്മൾ അപ്പോൾ ചെയ്തുകൂടാത്തത്? ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ്. പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അപ്രതീക്ഷിതമായി ഒരാൾക്ക് അപസ്മാരം ഉണ്ടാകുമ്പോൾ ഇത് കാഴ്ചക്കാരിൽ പലപ്പോഴും ഉത്കണ്ഠയും ഭയവും പേടിപ്പെടുത്തലും ഉണ്ടാവും. പ്രത്യേകിച്ചും ചില നമ്മളുടെ ശാസ്ത്രീയ ലിറ്ററേച്ചറുകളിൽ പലപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പം രോഗത്തെക്കുറിച്ച് ഉറപ്പില്ലെങ്കിൽ ഇപ്പോൾ കാഴ്ചക്കാർ പറയാണ്, ആ കാഴ്ച കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി, ഭയന്നു പോയി, രോഗി ഇപ്പോൾ മരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു വിവരണം തരുന്നത് തന്നെ അത് അപസ്മാരം എന്ന രോഗത്തെ സൂചിപ്പിക്കുന്നതാണ്. ഒരാൾക്കൊരു അപസ്മാരം ഉണ്ടായെന്നാൽ ഏറ്റവും പ്രധാനമായി കാഴ്ചക്കാർ ഭയപ്പെടാതിരിക്കുക, അപ്സെറ്റ് ആകാതിരിക്കുക. അത് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. നമ്മൾ വാചകത്തിലൂടെ പറയുമെങ്കിലും ഒരു അപസ്മാര രോഗിയുടെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ പലപ്പോഴും കാഴ്ചക്കാർ പേടിച്ച് ഭയന്നു പോകും.
ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് രോഗിയെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുക. അല്ലെങ്കിൽ അപ്പം ആ സ്ഥലത്തിൽ നിന്ന് രോഗിക്ക് മുറിവേക്കാനോ ശരീരത്തിനോ തലച്ചോറിന് ക്ഷതമേക്കാവുന്ന വസ്തുക്കൾ എടുത്തു മാറ്റുക. രണ്ടാമത് രോഗിയെ ചരിച്ച് കിടത്തുക. രോഗിയെ ചരിച്ച് കിടത്തുമ്പോഴത്തേക്ക് വാ കുറച്ച് കീഴായിട്ട് വെക്കുക. ഇത് വായിൽ നിന്ന് വരുന്ന പതയും നുരയും രക്തവും വരികയാണെങ്കിൽ അതെല്ലാം വാർന്നു പോകുന്നതിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. മൂന്നാമതായി ശ്വാസഗതി ക്ലിയർ ആകും. പലപ്പോഴും രോഗി നേരെ കിടക്കുമ്പോഴത്തേക്കും നാക്ക് ഉള്ളിലോട്ട് വലിയുകയും രോഗിയുടെ ശ്വാസം എടുക്കുന്നതിന് തടസ്സമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് രോഗി എപ്പോഴും ഒരു സൈഡിലോട്ട് ചരിച്ച് കിടത്തുക. മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ടൈറ്റായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കഴുത്തിൽ വയറിലൊക്കെ ടൈറ്റായിട്ടാണ് അവരുടെ വസ്ത്രം ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം ലൂസൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് 3 പ്രധാന കാര്യങ്ങൾ. പ്രത്യേകിച്ച് നാലാമത് ചെയ്യുന്നത് ഒരു കുഷ്യൻ, അടുത്തെങ്ങാനും കുഷ്യൻ അവൈലബിൾ ആണെങ്കിൽ തലയുടെ പിൻഭാഗത്ത് കുഷ്യൻ വെച്ച് കൊടുക്കുക. അന്നേരം തലച്ചോറിന് ഇങ്ങനെ ഫിറ്റ്സ് വരുന്നതുകൊണ്ട് ക്ഷതമേൽക്കാതെ നോക്കാം. അടുത്ത പറയുന്നത് വളരെ പ്രധാനമായിട്ടാണ്. എപ്പോഴൊരു അപസ്മാരം 5 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുവോ, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 3 പ്രാവശ്യത്തിൽ കൂടുതൽ വരുന്നുവോ, തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ഒരു ആരോഗ്യ പ്രവർത്തകനെ കാണണം, രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം. 5 മിനിറ്റ് കൂടി എന്നാൽ നമ്മൾ അതിന് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയും. എന്ന് വെച്ചാൽ അനിയന്ത്രിതമായ അപസ്മാരം. ഈ അനിയന്ത്രിതമായ അപസ്മാരം പലപ്പോഴും രോഗിയുടെ തലച്ചോറിന് കാര്യമായ ക്ഷതമേൽപ്പിക്കുകയും സ്ഥായിയായ കോമ അല്ലെങ്കിൽ ഓർമ്മ നശിക്കലേക്കും ബോധം നശിക്കലേക്കും ജീവഹാനിയിലേക്കും സംഭവിക്കും. ഇതുപോലെയുള്ള സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് അല്ലെങ്കിൽ അനിയന്ത്രിതമായ അപസ്മാരമുള്ള രോഗികളിൽ മരണനിരക്ക് 10%. അതുകൊണ്ട് തീർച്ചയായിട്ടും അപസ്മാരം 10 മിനിറ്റിൽ കൂടുതലാണെങ്കിൽ തീർച്ചയായും അടുത്തുള്ള ആശുപത്രിയിൽ രോഗിയെ എത്തിക്കാനുള്ള നടപടി എടുക്കേണ്ടതാണ്. വ്യക്തമാണോ ഡോക്ടർ? ഡോക്ടർ, ഈ രോഗം ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സ്ഥിരീകരിക്കുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മുൻ സൂചിപ്പിച്ച പോലെ രോഗലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അപസ്മാരം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്നത്. അതിൽ പ്രധാനം നേരത്തെ സൂചിപ്പിച്ച പോലെ രോഗത്തിൻ്റെ ബോധം നഷ്ടപ്പെടുക, കൈകാല് കോച്ചി വലിക്കുക, വായിൽ നിന്ന് നുരയും പതയും വരിക, മലമൂത്ര വിസർജനം ചെയ്യുക, ബോധം വീണ്ടും കിട്ടിയതിന് ശേഷം രോഗികളിലുണ്ടാകുന്ന തലവേദന, ഛർദി, ഉറക്കം. ഇതാണ് സാധാരണ കാരണം അപസ്മാരം. പക്ഷെ പലപ്പോഴും ഈ തരത്തിലുള്ള അപസ്മാരം ഒരു രോഗലക്ഷണമായി വരണമെന്നില്ല. ഉദാഹരണമായി ചില സാഹചര്യങ്ങളിൽ അപൂർവമായിട്ട് രോഗികൾക്ക് താൽക്കാലികമായി ബോധം ഉണ്ടാകാതിരിക്കുക, കുറച്ച് നിമിഷ നേരത്തേക്ക് ബോധം ഉണ്ടാകാതിരിക്കുക. പക്ഷെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അവർ ബോധമില്ലാതെ പ്രവൃത്തി ചെയ്യുന്നത്. ഉദാഹരണമായി ഒരു സൈക്കിൾ ഓടിക്കുന്ന വ്യക്തി സൈക്കിൾ അല്ലെങ്കിൽ കാർ ഓടിക്കുന്നത് അവരുടെ ബോധത്തോടു കൂടിയല്ല ഓടിക്കുന്നത്, പക്ഷെ അവർ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു സ്റ്റേജിൽ അവർ ആക്സിഡൻറ്റ് എത്തുന്നവർ അവരവരുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കറിക്ക് അരിയുന്ന ഒരു വ്യക്തി കറിക്ക് അരിഞ്ഞേണ്ടേയിരിക്കും. അന്നേരം പുറമിൽ നിന്ന് നോക്കുന്നവർക്ക് ഒരു പ്രത്യേകിച്ചൊരു വ്യതിയാനവും കാണത്തില്ല. രണ്ടാമതൊരു വിഭാഗത്തിൽ വരുന്നതെന്ന് വെച്ചാൽ താൽക്കാലികമായിട്ടുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ. കുറച്ച് നിമിഷ നേരത്തേക്ക് കണ്ണ് തുറച്ച് നോക്കുക, വായും കൈയും ആഹാരം കഴിക്കുന്ന പോലെ ചില ചേഷ്ടകൾ കാണിക്കുക. അത് താൽക്കാലത്തേക്കാണ്. 1 മിനിറ്റ്, ഒരു ഫ്യൂ സെക്കൻഡ്, 30 സെക്കൻഡ്, 1 മിനിറ്റ് അത്ര നിൽക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ അത് നോർമലാവും. എന്നിട്ട് പലപ്പോഴും ഇത് ആൾക്കാർ ബിഹേവിയൽ അബ്നോർമാലിറ്റീസ്, പെരുമാറ്റ വൈകല്യങ്ങൾ ഒരു മാനസിക രോഗമായിട്ട് എടുക്കുകയും മാനസിക രോഗത്തിന് ചികിത്സ തേടാറുമുണ്ട്. അത് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇത് ഒരുപോലെ വരുന്നുക. ഇത് ചെറിയ സമയത്തേക്ക് ഇടപെടുകയാണ്. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ചന്ദ്രൻ നായരാണ്. ചന്ദ്രൻ നായർ, ഡോക്ടറോട് ചോദിച്ചോളൂ.
ഡോക്ടർ ഷാജി ഡോക്ടർ, ഞാൻ സാറ് പറയുന്നത് ശ്രദ്ധിച്ചു. അതിന്റെ പ്രധാനമായിട്ട് ഞാൻ ചോദിക്കാൻ ഇരുന്ന കാര്യങ്ങൾ തന്നെയാണ് സാറ് പറഞ്ഞത്. എങ്കിൽ തന്നെ എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് സാർ. അതായത് രോഗി മുറിവ് അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്ന ഈ അസുഖം വന്ന് വായിക്കുന്നവർക്ക് വായിൽ കൂടെ മുറിവ് സംഭവിക്കാറുണ്ട്. അന്നേരം കണ്ടു നിൽക്കുന്നവരോ വീട്ടുകാരോ എന്ത് ചെയ്യണം? ബാക്കി കാര്യങ്ങളെല്ലാം സാറ് പറഞ്ഞത് വളരെ ശ്രദ്ധിച്ചിരുന്നു. ഇതോടെ ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.